ഹായ് ഫ്രണ്ട്സ്, KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്ന് സംഘടിപ്പിച്ച എറണാകുളം കപ്പൽ യാത്രാ വീഡിയോ ആണ് ഇത്. KSRTC വോൾവോ പുഷ് ബാക്ക് എയർബസിൽ ഞങ്ങൾ 39 പേരാണ് യാത്ര ചെയ്തത്. ടൂർ മാനേജരായി ജിബിൻ ലൂക്കോസ്, ഡ്രൈവറായി സിബി ഫ്രാൻസിസ് എന്നിവരാണ് ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നത്. രാത്രി 8 മണിക്കാണ് കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്ന് ഞങ്ങളുടെ വാഹനം പുറപ്പെട്ടത്. രാവിലെ എറണാകുളത്ത് 6 മണിക്കാണ് എത്തിച്ചേർന്നത്. കലൂരിലെ റിന്യൂവൽ സെന്ററിലാണ് ഫ്രഷപ്പ് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും ഒരുക്കിയിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ മട്ടാഞ്ചേരിയിലേക്ക് പുറപ്പെടുകയാണ്. അതിനിടയിൽ നാരായണ മാഷ് നാരങ്ങ മുട്ടായിയും കൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണുള്ളത്. മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി, ഫോർട്ട് കൊച്ചി, വോൾഗാട്ടി എന്നിവ സന്ദർശിച്ച് അവിടെ നിന്നാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര കപ്പലായ നെഫർട്ടിറ്റി എന്ന ജലയാനത്തിൽ കയറേണ്ടത്. ബോൾഗാട്ടിയിൽ നിന്ന് പുറപ്പെട്ട് അറബിക്കടലിലെ തിരമാലകൾക്ക് മേലെ അമ്മാനമാടിയുള്ള 5 മണിക്കൂർ യാത്ര. KSRTC ഒരുക്കിയിട്ടുള്ളത് ഈ മനോഹര യാത്രയാണ്. 2.5 മണിക്കൂർ അങ്ങോട്ടും 2.5 മണിക്കൂർ ഇങ്ങോട്ടും. അതിനിടയിൽ ചായ, രാത്രി ഭക്ഷണം എന്നിവയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എവിടെ എത്തിയാലും പാട്ടുപാടാനുള്ള അവസരം കിട്ടിയാൽ അത് ഒഴിവാക്കാതെ യാത്രയെ സജീവമാക്കാനുള്ള കുഞ്ഞിക്കണ്ണന്റെ അഭ്യാസം തുടങ്ങിക്കഴിഞ്ഞു. ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ, ഒഴുകി ഒഴുകി ഞാനറിയാതെ, സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ നാരായണൻ മാഷ്. മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പൂവിരിയട്ടെ, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പൂവിരിയട്ടെ. രാധ ചേച്ചിയാണ് പാടുന്നത്. കണ്ണിമാങ്ങ പ്രായമുള്ള ഷീജ. അന്നു നീ താമരമൊട്ടായിരുന്നു, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ. സ്വർഗപുത്രിയെ സ്തുതിച്ചുകൊണ്ട് ബാലകൃഷ്ണൻ. എന്നെ നീ സ്വർഗപുത്രി, നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ, എന്നെ നീ സ്വർഗപുത്രി, നവരാത്രി. ചെമ്പരത്തിപ്പൂവായി സിമിലി. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനിധി കണ്ടു, അമ്പലത്തിലെ നല്ലയോ സ്വർണ്ണരഥ ഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. പരിഷത്ത് ഗാനവുമായി ശാന്ത ടീച്ചർ. മർത്യരെവിടെയും സ്വതന്ത്രരായ കൂട്ടരെ, അമ്മയടിമയായ മണ്ണിൽ അടിമയായ മക്കളെ. നമ്മുടെ പ്രിയപ്പെട്ട തകരപ്പാട്ടിനെ കൊന്ന് കൊലവിളി നടത്തുന്ന കൊടക്കാട്. ഷീജയുടെ നാന ഡാൻസ്. നന്ദനവനിയിലെ ഗായകനായി പ്രഭാകരൻ മുഴക്കം. നന്ദനവനിയിലെ ഗായകനോ, അഞ്ചിതൾ പൂക്കൾ കൊണ്ടമ്പുകൾ തീർത്തവൻ
പാവനാഴി നിറയ്ക്കുന്ന കാമദേവനോ. ആദ്യ സന്ദർശനത്തിനുള്ള പുറപ്പാടാണ്. കൊച്ചി പാലസ് മ്യൂസിയമാണ് ഞങ്ങളുടെ ആദ്യ സന്ദർശന സ്ഥലം. വളരെ ചെറിയൊരു മ്യൂസിയമാണ് കൊച്ചി പാലസ് മ്യൂസിയം. അതിനകത്ത് വീഡിയോ പാടില്ലെന്ന് ആണ് അറിഞ്ഞത്. ഞാൻ വീഡിയോ എടുത്തുവെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്യിച്ചു. അവർ കാണാതെ ഒരു ചെറിയ വീഡിയോ സംഘടിപ്പിച്ചതാണ് ഈ കാണുന്നത്. അത്രയധികമൊന്നും അവിടെ കാണാനില്ല. കൊച്ചി രാജാവിൻ്റെ അദ്ദേഹം ഉപയോഗിച്ച കുറേ സാധന സാമഗ്രികളാണ് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. പുരാവസ്തു വിഭാഗത്തിൻ്റെ കീഴിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഇത് പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. പാലസിന് നേരെ എതിർവശത്തുള്ള ഒരു അമ്പലവും അതുപോലെ പാലസിനോട് തൊട്ട് ചേർന്നുള്ള ഒരു അമ്പലവുമുണ്ട്. ഇത് പാലസിനടുത്തുള്ള കുളമാണ്. അത് നോക്കി നിന്നപ്പോൾ റാണിമാരും തോഴിമാരും നീരാടുന്ന കാഴ്ചയാണ് എൻ്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നത്. ഏതാണ് പാലസിൻ്റെ പിറകുവശത്തു നിന്നുള്ള കാഴ്ച. മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഇരുഭാഗത്തും ധാരാളം കടകൾ, ക്രാഫ്റ്റുകളും ഒക്കെയുള്ള കടകളാണുള്ളത്. നമുക്ക് വാങ്ങാൻ പറ്റുന്നത്ര വിലയല്ല, നല്ല വിലയുണ്ട്. വിദേശികൾക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സാധന സാമഗ്രികളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് ഉള്ളത്. ഞങ്ങൾ ജൂതത്തെരുവിലൂടെ നടന്ന് സിനഗോഗ് ജൂതപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനകത്തുള്ള മനോഹരമായ കാഴ്ചയാണുള്ളത്. ഇതിൻ്റെ തറയോട് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ടൈൽസ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന പിഞ്ഞാണപ്പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിമൺ തറയോടാണ്. ഇപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാഴ്ചയുള്ളത് ചീനവല ഉയരുന്നതും അത് ഉയർത്തുന്നതും അത് താഴ്ത്തുന്നതുമായ കാഴ്ചയാണ്. ഞങ്ങൾ നോക്കി നിൽക്കെ 1-2 തവണ ചീനവല ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മീനുകളൊന്നും ലഭിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചപ്പോൾ ധാരാളം മത്സ്യങ്ങൾ കിട്ടുന്ന അവസരവും ഒന്നും കിട്ടാത്ത അവസരവും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബോൾഗാട്ടിയിലെ ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഞാൻ സന്ദർശിച്ച പള്ളികളിലൊക്കെ കാണാൻ കഴിഞ്ഞ നിശബ്ദ അന്തരീക്ഷവും അവിടുത്തെ സംഗീത സാന്ദ്രമായ പ്രാർത്ഥനകളും ആരെയും ഭയപ്പെടാതെ ഫോട്ടോയും വീഡിയോകളും പകർത്താമെന്നുള്ളതുമൊക്കെ ഒട്ടേറെ സന്തോഷിപ്പിച്ചതും ഇഷ്ടം ജനിപ്പിച്ചതുമായ കാര്യമാണ്. ഇതാണ് നമ്മുടെ ആഡംബരക്കപ്പലായ നെഫർട്ടിറ്റി. അയ്യോ, ഇത്ര ചെറുതാണോ നിങ്ങളുടെ ആഡംബരക്കപ്പൽ എന്ന സംശയമൊന്നും വേണ്ട. ഇത് കാണുന്നത് പോലെ അത്ര ചെറുതൊന്നുമല്ല. ഇതിനകത്തുള്ള സൗകര്യം കണ്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. ഇതിനകത്തൊരുക്കിയിട്ടുള്ള പരിപാവനമായ ബാർ മാത്രം കണ്ടാൽ മതി നിങ്ങൾക്കേവർക്കും സന്തോഷമാവാൻ. മറ്റൊരു കാര്യമുള്ളത്, ഇത് യാത്രാ കപ്പലല്ല, ടൂറിസത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ കപ്പലാണ്. ഇതിലെ യാത്രാ ടിക്കറ്റിലാണ് ആഡംബരം നിറഞ്ഞിട്ടുള്ളത്. 3000 രൂപയാണ് ഇതിൽ യാത്ര ചെയ്യാൻ കൊടുക്കേണ്ട പണം. കപ്പലിനടുത്ത് നിന്ന് ഒരു വീഡിയോ പകർത്തുന്നതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാവരും നല്ല ആഹ്ലാദത്തിലാണ്. ആഡംബര കപ്പൽ കയറാൻ പോകുന്ന സന്തോഷം അബൂബക്കർ മാഷയുടെ മുഖത്തുമുണ്ട്. ഇതാണ് പ്രവേശന കവാടം. അങ്ങനെ ഓരോരുത്തരായി ഞങ്ങൾ പ്രവേശന കവാടത്തിലൂടെ ആഡംബര കപ്പലിൻ്റെ അകത്തെ ആഡംബരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യപ്പെട്ടു. 200 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഒരു ഹാളിലേക്കാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യപ്പെട്ടത്. ഇവിടെയാണ് കപ്പലിൻ്റെ യാത്രകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ പാട്ടും നൃത്തവും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ പാട്ട് ആരംഭിച്ചിരിക്കുന്നു. നൃത്തം ചെയ്യാൻ ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. നമുക്ക് പാട്ടുകൾ കേട്ടുകൊണ്ട് നൃത്തം കൂടുതൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും നിൽക്കുന്ന എല്ലാവരും നൃത്തം ചെയ്തു പോകുന്ന തരത്തിലുള്ള പാട്ടുകളും നൃത്തങ്ങളൊക്കെയാണ് ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് ആസ്വദിക്കാം.
ഹാളിലെ പരിപാടികൾ അവസാനിപ്പിച്ച് അടുത്ത നിലയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇവിടെയാണ് നമ്മുടെ പരിപാവനമായ ബാർ സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം ഭക്ഷണശാലയും ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണശാലയിലെ ആഡംബര കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്ന് കപ്പലിൻ്റെ സൈഡ് ഡെക്കിലേക്ക് എത്തുകയുണ്ടായി. അവിടെ നിന്നുള്ള കാഴ്ചയാണ്, കടൽ കാഴ്ചയാണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ മുകൾ തട്ടിലെ കപ്പൽ ഡെക്കിലാണ് ഉള്ളത്. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മന്ദമന്ദം കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലിന്റെ ആഴങ്ങളിലേക്കല്ല, ആഴങ്ങളുടെ മുകളിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആഴമേറിയ സ്ഥലത്തുകൂടിയാണ് അത്രേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ഇവിടെ ചെളിയും മെക്കലും എല്ലാം വന്നടിഞ്ഞുകൂടി തനിയെ രൂപപ്പെടുന്ന മണൽത്തിട്ടകൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ചെറിയ ബോട്ടുകളൊക്കെ വന്നിടിച്ച് അപകടങ്ങൾക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ബോയകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ സെന്ററിലൂടെ എപ്പോഴും ഡ്രഡ്ജ് പറയുന്ന പ്രദേശമാണ് മറൈൻ ഡ്രൈവിനോട് ചേർന്ന് കിടക്കുന്നത്. അവിടെ നേരെ നോക്കുമ്പോൾ ആ ബട്ടർഫ്ലൈ ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ കാണുന്ന ആ ചെങ്കൽ കളറുള്ള കെട്ടിടമാണ് നമ്മുടെ കേരള ഹൈക്കോടതി. ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ചെറിയ രീതിയിൽ അവിടെ പാറി പറക്കുന്നുണ്ട്. അതുപോലെ ഈ ഗോശ്രീ രണ്ടാമത്തെ പാലം ചെന്ന് കയറുന്ന ഭാഗത്ത് ഈ പറയുന്ന ഒരു കുറേ മരങ്ങൾ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതിൻ്റെ അകത്തായിട്ട് ഒരു ദ്വീപുണ്ട്. രാമതുരത്ത് നിന്നാണ് ആ ദ്വീപിനെ പറയുന്നത്. ഇതല്ല, അവിടെ ആ പാലം ചെന്ന് കയറുന്നതിന്റെ ഭാഗം, അതായത് ആ കെട്ടിടങ്ങൾ നിൽക്കുന്നത് മുളങ്ങാട് എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ആന്തം ഓഫ് ദ സീസ്. അത് പത്രത്തിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു വാർത്തയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വലിയ വലിയ കപ്പലൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ചാനലിലേക്ക് നമുക്ക് ബോട്ടിന്റെ ഒരു ഏരിയ അവിടെയുണ്ട്. അതിന് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചായ സമയമാണ്, ഒപ്പം ബാർ സമയം കൂടിയാണ്. ബാറിൽ പോകുന്നവർക്ക് ബാറിൽ പോകാം, ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാം. ഇപ്പോൾ ഞങ്ങൾ അറബിക്കടലിൻ്റെ വിജനതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കടൽ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ചുറ്റും കരയൊന്നും കാണാനില്ല. ഞങ്ങളുടെ കപ്പലിൽ പാട്ടും നൃത്തവും ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും അതോടൊപ്പം നൃത്തം വെക്കുകയോ താളം ചവിട്ടുകയോ ചെയ്യുന്നുണ്ട്. ബാലിയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ ഞങ്ങൾ സഞ്ചരിച്ച ക്രൂയിസിൽ 2 ബാലി പെൺകുട്ടികൾ നൃത്തവേഷങ്ങൾ അണിഞ്ഞ് പരമ്പരാഗത നൃത്തം പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ഇവിടെയും അത്തരമൊരു നൃത്തം പ്രതീക്ഷിച്ചുവെങ്കിലും പാട്ടും നൃത്തവുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല.
നമ്മളോടൊപ്പം സഞ്ചരിച്ച 4 സുന്ദരിമാർ ചേർന്ന് നൃത്തം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഈ കപ്പൽ യാത്രയ്ക്കിടയിലാണ് ഞങ്ങൾ ഒരു പുതിയ നൃത്തം കണ്ടുപിടിച്ചത്. ശിവതാണ്ഡവ നൃത്തം പോലെ ആഡംബര കപ്പൽ താണ്ഡവ നൃത്തം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ സമ്മാനം മറ്റേ വെള്ളനാടുകാർ കൊണ്ട് ആലുക്കാസ് ജ്വല്ലർ. ഈ നൃത്തം സ്പോൺസർ ചെയ്തത് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച യാത്ര ചെയ്ത തോമസ് സാറാണ്. അദ്ദേഹത്തോടൊപ്പം 4 സുന്ദരിമാരും അവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ലൈഫ് ക്രാഫ്റ്റ്. ഇത് നമ്മുടെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് രക്ഷപ്പെടേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഷിപ്പ് അബാൻഡൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇത് നമ്മൾ ഡിപ്ലോയ് ചെയ്യും. ഇത് ഡിപ്ലോയ് ചെയ്യുന്ന ടൈമിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ക്രാഫ്റ്റ് പോലെ ഒരു വീട് പോലെ ആയി മാറും. അതിന് ഏകദേശം 37 പേരാണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇതുപോലെ നമുക്ക് 12 ലൈഫ് ക്രാഫ്റ്റാണ് ഉള്ളത്. 12 ലൈഫ് ക്രാഫ്റ്റിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് കൂടാതെ തന്നെ നമുക്ക് 2 ലൈഫ് ബോട്ടുകളുണ്ട് 2 സൈഡിലായിട്ട്. ആ ലൈഫ് ബോട്ടുകൾ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ആൾക്കാരെ രക്ഷിക്കാനും വേണ്ടി യൂസ് ചെയ്യാം. ഇത് ബാറിലെ പയ്യൻ കാണിക്കുന്ന ബാർ കാഴ്ചയാണ്. ഇത് ബാറിലെ മറ്റൊരു കാഴ്ച. രാത്രി ഭക്ഷണ കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങളുടെ 5 മണിക്കൂർ കപ്പൽ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. നിറഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾ കപ്പലിറങ്ങിയത്. ഈ മനോഹര യാത്ര സംഘടിപ്പിച്ച KSRTC ബജറ്റ് ടൂറിസം പരിപാടിക്ക് നന്ദി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.